ഫ്രീ ലൈഫ് സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മാരത്തോൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ബുക്ക് പിടിച്ചപ്പോൾ കുറച്ച് ഷേക്കായി എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് ബുക്ക് കാണിക്കാതെ തന്നെ നിങ്ങൾക്ക് സൈഡിലെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിത് നോക്കി വായിക്കും, നിങ്ങൾക്ക് സൈഡിൽ ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ 32ാമത്തെ ക്വസ്റ്റ്യൻ. Flowering in long day plant is favored by option A gibberellic acid, option B indoleacetic acid, option C cytokinin and option D abscisic acid. ഓക്കെ, അപ്പോൾ 32 ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ലോങ് ഡേ പ്ലാന്റിൽ ഫ്ലവറിങ് ഫേവർ ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്നാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് പറയാം എന്താണ്, ഏത് ഹോർമോൺ ആണെന്ന് പറയാം, ഗിബർലിക് ആസിഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Photoperiodism in plant is related to the formation of option A auxin, option B gibberellic acid and option C florigen and option D vernalin. അപ്പോൾ ഫോട്ടോപീരിയോഡിസം, പ്ലാന്റ്സിലുള്ള ഫോട്ടോപീരിയോഡിസം താഴെ തന്നിരിക്കുന്ന ഏത് ഹോർമോൺ ആയിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഡെഫിനറ്റ്ലി ഫ്ലോറിജൻ ആയിട്ടാണ്. ഫ്ലവറിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ലോങ് ഡേ പ്ലാന്റിൽ ഫ്ലവറിങ് എപ്പോൾ സംഭവിക്കും, ഷോർട്ട് ഡേ പ്ലാന്റിൽ ഫ്ലവറിങ്. അപ്പോൾ ഫ്ലവറിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹോർമോൺ ഫ്ലോറിജൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 34. ഫൈറ്റോക്രോം ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഫൈറ്റോക്രോം എന്തുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അബ്സോർപ്ഷൻ ഓഫ് റെഡ് ലൈറ്റ് വിത്ത് വേവ് ലെങ്ത് 660 നാനോമീറ്റർ. ഓപ്ഷൻ ബി അബ്സോർപ്ഷൻ ഓഫ് ഫാർ റെഡ് ലൈറ്റ് വിത്ത് വേവ് ലെങ്ത് 730 നാനോമീറ്റർ. ഓപ്ഷൻ സി absorption of 660 nanometer and 730 nanometer in reversible manner. ഓപ്ഷൻ ഡി അബ്സോർപ്ഷൻ ഓഫ് റെഡ് ആൻഡ് ബ്ലൂ ലൈറ്റ് ഫോർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അബ്സോർപ്ഷൻ ഓഫ് 660 നാനോമീറ്റർ ആൻഡ് 730 നാനോമീറ്റർ ഇൻ റിവേഴ്സിബിൾ മാനർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 35. ഫ്ലവറിംഗ് ഇൻ ഷോർട്ട് ഡേ പ്ലാന്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ. ഷോർട്ട് ഡേ പ്ലാന്റിനകത്ത് ഫ്ലവറിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫോട്ടോ പീരീഡ് ലെസ് ദാൻ 12 hours. Option B long night. Option C short photo period and interrupted long night. Option D photo period shorter than initial value and uninterrupted long night. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് ഡേ പ്ലാൻ എന്താണ്, ലോങ് ഡേ പ്ലാൻ എന്താണെന്നുള്ളത് ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒരു ലോങ് നൈറ്റുള്ള പ്ലാന്റ്, അതായത് ഷോർട്ട് ഡേ പ്ലാന്റിന് ലോങ് നൈറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇൻഡ്യൂസ് ഫ്ലവറിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 36. പിഗ്മെന്റ് ഇൻവോൾവ് ഇൻ ഫോട്ടോ റിസെപ്ഷൻ ഇൻ ഫ്ലവറിംഗ് ഇസ്. ഓപ്ഷൻ എ സൈറ്റോക്രോം, ഓപ്ഷൻ ബി കെരോട്ടിൻ, ഓപ്ഷൻ സി ഫൈറ്റോക്രോം ആൻഡ് ഓപ്ഷൻ ഡി ഫൈറ്റോട്രോൺ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഫോട്ടോ റിസെപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ഫ്ലവറിംഗിൽ വരുന്ന ഫോട്ടോ റിസെപ്ഷൻ, അത് ഏത് പിഗ്മെൻ്റ് ആണ് ഈ ഒരു പ്രോസസ്സിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? ഡെഫിനറ്റ്ലി ഫൈറ്റോക്രോം ആണ് ഈ ഒരു പ്രോസസ്സിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഫോട്ടോ റിസെപ്ഷൻ എന്നാണ് വായിച്ചത്, ഐ എം സോറി, ഫോട്ടോ പെർസെപ്ഷൻ എന്നാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 37. ഫൈറ്റോക്രോം ഈസ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ലൊക്കേറ്റഡ് ഇൻ. ഓപ്ഷൻ എ ഓൾഡ് ഡേ പ്ലാന്റ്സ്, ഓപ്ഷൻ ബി യങ് ലീവ്സ് ആൻഡ് ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആൻഡ് ഓപ്ഷൻ ഡി ഫ്ലവേഴ്സ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഡേ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഓൾഡ് ഡേ പ്ലാന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ലോങ് ഡേ പ്ലാന്റിനകത്തുള്ള ഓൾഡസ്റ്റ് ലീവ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്ലാന്റ് വിച്ച് റിക്വയർസ് നോട്ട് ലെസ് ദാൻ 10 hours ഓഫ് ലൈറ്റ് ടു എ ഫ്ലവർ ഈസ്. ഓപ്ഷൻ എ ലോങ് ഡേ പ്ലാന്റ്, ഓപ്ഷൻ ബി ഷോർട്ട് ഡേ പ്ലാന്റ്, ഓപ്ഷൻ സി ഡേ ന്യൂട്രൽ പ്ലാന്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നമുക്കറിയാം അല്ലേ, ലോങ് ഡേ പ്ലാന്റിനാണ് ലോങ്ങസ്റ്റ് ഡേ ടൈം വേണ്ടത്. അപ്പം നോട്ട് ലെസ് ദാൻ 10 hours എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം? ലോങ് ഡേ പ്ലാന്റ് ആണെന്ന് പറയാം. നോട്ട് ലെസ് ദാൻ 10 hours എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷോർട്ട് ഡേ പ്ലാന്റിന് ഡേ ടൈം വളരെ കുറച്ച് മതി. ഡേ ന്യൂട്രൽ പ്ലാന്റിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമല്ല, ബാധകമല്ല. ഡേ എത്ര ഉണ്ടെങ്കിലും നൈറ്റ് എത്ര ഉണ്ടെങ്കിലും അവർക്ക് അത് ബോധേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ലോങ് ഡേ പ്ലാന്റ് ആണ്. Okay, next question. The pigment that absorb both red and far red light. അപ്പോൾ ഏത് പിഗ്മെൻ്റ് ആണ് റെഡ് ലൈറ്റ് അതുപോലെ തന്നെ ഫാർ റെഡ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത്? ഓപ്ഷൻ എ സാന്തോഫിൽ, ഓപ്ഷൻ ബി ഫൈറ്റോക്രോം,
ഓപ്ഷൻ സി സൈറ്റോക്രോം ആൻഡ് ഓപ്ഷൻ ഡി ക്ലോറോഫിൽ. അപ്പോൾ ഇതിലേതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 39. ഫാർ റെഡ് ലൈറ്റും അതുപോലെ തന്നെ റെഡ് ലൈറ്റും അബ്സോർബ് ചെയ്യുന്ന പിഗ്മെൻറ്റ് ഏതായിരിക്കും? ഡെഫിനറ്റ്ലി ഫൈറ്റോക്രോം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈറ്റോക്രോം പ്ലേസ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ. ഫൈറ്റോക്രോം ഏത് റോളാണ് നിർവഹിക്കുന്നത്? ഓപ്ഷൻ എ സീഡ് ജെർമിനേഷൻ ആൻഡ് സ്റ്റെം ഇലോങ്ങേഷൻ, ഓപ്ഷൻ ബി ട്രാൻസ്പിറേഷൻ ഓൺലി, ഓപ്ഷൻ സി ഫ്ലവറിംഗ് ഓൺലി ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ഈ എല്ലാ ഫംഗ്ഷനും ഫൈറ്റോക്രോം നിർവഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോട്ടോമോർഫോജനറ്റിക് പിഗ്മെൻറ്റ് ഇൻ പ്ലാന്റ്. ഓപ്ഷൻ എ സാന്തോഫിൽ, ഓപ്ഷൻ ബി ഫൈറ്റോക്രോം, ഓപ്ഷൻ സി ക്ലോറോഫിൽ, ഓപ്ഷൻ ഡി കെരോട്ടിൻ. വൺസ് അഗെയിൻ ഇതിൻ്റെ ആൻസർ ഫൈറ്റോക്രോം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈറ്റോക്രോം ഈസ് ഇൻവോൾവ് ഇൻ ഓപ്ഷൻ എ ഫോട്ടോപീരിയോഡിസം, ഓപ്ഷൻ ബി ട്രാൻസ്പിറേഷൻ, ഓപ്ഷൻ സി ഫോട്ടോ റെസ്പിറേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫോട്ടോപീരിയോഡിസം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 43. Photoperiodism, seed germination, stomatal opening, transpiration and photomorphogenesis are controlled by pigment known as option A anthocyanin, option B phytochrome, option C cytochrome and option D carotenoids. രണ്ട് ക്വസ്റ്റ്യൻസ് മുന്നേ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ട്രാൻസ്പിറേഷൻ, സീഡ് ജെർമിനേഷൻ, സ്റ്റെം ഇലോങ്ങേഷൻ എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യുന്നത് ഫൈറ്റോക്രോം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Phytotron is a device by which option A mutation is induced in the plant, option B electrons are bombarded, option C protons are bombarded and option D plants are grown under controlled condition. Plants that are grown under controlled condition are known as phytotron. Option D ആണ് correct answer. Next question 45. Positive photoplastic seeds may be made to germinate with the use of option A auxin and cytokinin, option B gibberellic acid and auxin, option C gibberellic acid and cytokinin and option D auxin and ethylene. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗിബർലിക് ആസിഡും സൈറ്റോകൈനിൻ ആണ് സീഡിനകത്തെ പോസിറ്റീവ് ഫോട്ടോബ്ലാസ്റ്റിക് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നത്, which helps in germination. Next question. Question number 46. Dormancy in seed is induced by option A PR form of phytochrome, option B PFR form of phytochrome, option C gibberellic acid in cotyledons and option D cytochrome. Dormancy in seed induce ചെയ്യുന്നത് PR ഫോം ആണ് കേട്ടോ. ഫൈറ്റോക്രോമിലെ PR ഫോം, അതായത് റെഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഫൈറ്റോക്രോമിൻ്റെ ആ ഒരു ഫോമാണ് സീഡ് ഡോമൻസിന് റിസൾട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 47. A phlorogen could be released prematurely in a long day plant by exposing it to option A far red light during the day, option B far red light during the night, option C red light during the day and option D red light during the night. അതായത് ഫ്ലോറിജൻ ഏതൊരു ടൈമിലാണ് പ്രിമച്വർലി റിലീസ് ആവുന്നത്, അതായത് ഒരു പ്ലാന്റ് കറക്റ്റ് റിപ്രൊഡക്റ്റീവ് ഫേസിൽ എത്താതെ തന്നെ ഫ്ലോറിജൻ റിലീസ് ചെയ്യുക, അത് ഏതൊരു കണ്ടീഷനിലാണ് പോസിബിൾ ആയിട്ടുള്ളത്? അതായത് ഡേ ടൈമിൽ ഫാർ റെഡ് ലൈറ്റ് കിട്ടുവാണെങ്കിൽ, അതായത് ഫാർ റെഡ് ലൈറ്റിനെ എക്സ്പോസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റിൽ നിന്ന് ഫ്ലോറിജൻ ഹോർമോൺ റിലീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. It is believed that phlorogen comprises of option A auxin and gibberellic acid, option B gibberellic acid and cytokinin, option C gibberellic acid and anthocyanin and option D gibberellic acid and vanillin. ഫ്ലോറിജനിലുള്ളത് ഗിബർലിക് ആസിഡും ആന്തസിനും ആണ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫ്ലോറിജൻ റിലീസ് ചെയ്യണമെങ്കിൽ ഒരു പ്രിക്കേഴ്സർ മോളിക്കുലായിട്ട് എന്തായാലും ഗിബർലിൻ ആവശ്യമാണ് അല്ലെങ്കിൽ ജിബർലിൻ ആവശ്യമാണ്. അപ്പോൾ ഈ ഗിബർലിൻ ഹോർമോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഫ്ലോറിജൻ റിലീസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഗിബർലിനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ എല്ലാ ഓപ്ഷനിലും ഗിബർലിക് ആസിഡ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് ഓപ്ഷനാണ് ആന്തസീൻ. ഓക്കെ, 49th question. A first step in seed germination is the imbibition of water by dehydrated seeds. And the imbibition causes option A resumption of metallic activities,
ഓപ്ഷൻ ബി സ്റ്റിമുലേഷൻ ഓഫ് പ്ലിമ്യൂൾ, ഓപ്ഷൻ സി ബ്രേക്കിംഗ് ഓഫ് ഡോമൻസി ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റിസംഷൻ ഓഫ് മെറ്റാലിക് ആക്ടിവിറ്റീസ് ആണ്.